ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 42. അങ്ങനെ ഫൈനലി നമ്മുടെ ചാനലും 9K സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട്. എന്നും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് 10K അത്യാവശ്യം പെട്ടെന്ന് തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറന്നു പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്കും കൂടെ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും നിങ്ങൾ പറയാം. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ബട്ട് ചിലവർ കമൻറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ നമ്മൾ മാറ്റങ്ങൾ വരുത്താറുമുണ്ട്. എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു ഏറ്റവും മോശമായിട്ടുണ്ടായത്. അത് ഞാനിപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് അത് നല്ല രീതിയിലാണെന്ന് ഉള്ള കമൻറ്റും ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ 12 മണിയാകുമ്പോൾ ലോഞ്ച് ചെയ്ത മോഡലാണ് മോട്ടറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ എന്ന മോഡൽ. ഇതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. 23,000 ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. എഡ്ജ് 50 ഫ്യൂഷനും ഓൾമോസ്റ്റ് ഈ പ്രൈസ് തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇപ്പം വില കുറവ്, ഇപ്പോൾ 20,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. എഡ്ജ് 60 ഫ്യൂഷൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഡിമെൻസിറ്റി 7400 ആണ്. ഒരു ഡീസൻറ്റ് പെർഫോമൻസിന് കിട്ടുന്നുണ്ട്. അറൗണ്ട് ഒരു 7 lakh ഒക്കെ തന്നെ ആഡ് സ്കോർ അടക്കം വരുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ള 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു നല്ലൊരു ഡിസ്പ്ലേ ഇതിന് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പേർക്കും കർവ് ഡിസ്പ്ലേ അത്ര ഇഷ്ടമല്ല, അല്ലെങ്കിൽ കമൻറ്റ് വരാറുണ്ട് കർവ്ഡ് അല്ലാത്ത ഡിസ്പ്ലേ ഏതാണ് ആ പ്രൈസ് പോയിന്റിൽ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉണ്ടോ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ എഡ്ജ് 60 നിയോ എന്ന മോഡൽ അടുത്ത് തന്നെ വരും. അതിലൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ്. കാരണം പ്രീവിയസ് മോഡൽ അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഓവറോൾ നല്ല ഡിസ്പ്ലേ, നല്ല ക്യാമറ, നല്ല ബാറ്ററി എല്ലാം വരുന്നുണ്ട്. ഒരു ഓൾറൗണ്ടർ ഫോൺ ആട്ടോ ആ ഒരു പ്രൈസ് പോയിന്റിൽ. അതിന് ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. മേ ബി നാളെ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇതെടുക്കുന്നതിന് മുമ്പായിട്ട് iQOOയുടെ Z10 കൂടെ വരുന്നുണ്ട് കേട്ടോ 11-ാം തീയതി. അതിലേക്ക് കൂടെ വെയിറ്റ് ചെയ്യുക. കാരണം ഓൾമോസ്റ്റ് സെയിം പ്രൈസ് പോയിന്റിലായിരിക്കും അതും കൂടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ട് എന്ന് കൂടെ അറിഞ്ഞിട്ട് മാത്രം എടുക്കുക. ഇപ്പം തന്നെ പോയി ചാടി എടുക്കാതിരിക്കുക. അപ്പം iQOO Z10 കുറിച്ച് പറയുകയാണെങ്കിൽ 7300 mAh ബാറ്ററി ഒക്കെ വരുന്ന ഒരു ഗംഭീര ഫോണാണ്. ഒരു കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 8,20,000 അടക്കം ആൻഡ് സ്കോർ അടക്കം ആ പ്രൈസ് പോയിന്റ് കൊടുത്തിട്ടുമുണ്ട്. സോ 11-ാം തീയതി ഈ ഒരു ഫോൺ വരും. അതിനുശേഷം മാത്രം നിങ്ങളൊരു ക്ലാരിറ്റിയിലേക്ക് വന്നാൽ മതി ഏതെടുക്കണം എന്നുള്ളത്. കാരണം ഓൾമോസ്റ്റ് സെയിം പ്രൈസ് പോയിന്റിലായിരിക്കും iQOO Z10 കൂടെ വരുന്നത്. അതുകൊണ്ട് ചാടിപ്പറിച്ച് പോയിട്ട് എടുക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 2-ാം തീയതി കഴിഞ്ഞു. 4-ാം തീയതി പുതിയൊരു പോക്കോയുടെ C71 എന്നൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോൺ കൂടെ വരുന്നുണ്ട്. ഒരു 4G മോഡലാണ്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ 5200 mAh ബാറ്ററി വരുന്നുണ്ട്. 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 32 MB ഒരു ഡ്യുവൽ റിയർ ക്യാമറ വരുന്നുണ്ട്. 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 120 Hz ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. ഒരു 7000 ആ റേഞ്ചിലുള്ളൊരു മോഡലാണ്. അപ്പം അതുകൂടെ 4-ാം തീയതി കൂടെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഡിസൈൻ വൈസ് പോക്കോയുടെ X7 Pro ഉണ്ടായിരുന്നില്ലേ, അതായത് നമ്മുടെ iPhone 16 ഡിസൈൻ, ആ ഒരു ടിപ്പിക്കൽ ക്യാമറ ലേഔട്ടാണ് ഇതിന് വരുന്നത്. പക്ഷെ കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. ആ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നൈസ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ എന്തായാലും പോക്കോ ആ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പം 4-ാം തീയതി അങ്ങനെ ഒരു മോഡൽ കൂടെ വരുന്നുണ്ട്. പിന്നീട് വിവോയുടെ T4X ഇറങ്ങിയ പാടും ഒട്ടുമിക്ക കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ ഇതിൻ്റെ റീബ്രാൻഡ് ആയിട്ടുള്ള iQOOയുടെ Z10X എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അതും ഈ പറഞ്ഞ iQOO Z10ൻ്റെ ഒപ്പരം തന്നെയാണ് അതും ലോഞ്ച് ചെയ്യുന്നത്. എക്സാക്റ്റ് ഡിസൈനൊക്കെ സെയിം ആണ്. പക്ഷേ കഴിഞ്ഞ പ്രീവിയസ് മോഡൽ ഡിസൈൻ വൈസ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഡിസൈൻ മാറ്റമില്ല, സെയിം സ്പെക്കും ഒക്കെ തന്നെയാണ് വരുന്നത്. അതിലാകെ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അതിൽ AMOLED ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് മാത്രമാണ്. IPS LCD ഡിസ്പ്ലേ ആണ് ആ ഒരു ഫോണിന് വരുന്നത്. ബാക്കി എല്ലാ രീതിയിലും 14,000 രൂപയായിരുന്നു ആ ഒരു ഫോണിൻ്റെ പ്രൈസ്, വിവോ T4Xൻ്റെ. ഇതും ആ ഒരു എക്സാക്റ്റ് പ്രൈസ് പോയിന്റിലാണ് ഈ ഒരു ഫോണും വരുന്നത്. 11-ാം തീയതി iQOOയുടെ Z10X എന്ന റീബ്രാൻഡ് ആയിട്ടുള്ള മോഡൽ കൂടെ വരുന്നുണ്ട്. പിന്നെ iQOOയുടെ Z10 ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ റീബ്രാൻഡ് ആയിട്ടുള്ള വിവോയുടെ T4 എന്ന മോഡലും അടുത്ത് തന്നെ ലോഞ്ചിന് വെച്ചിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജൊക്കെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഈ ഒരു നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ആ ഒരു ഫോൺ കൂടെ എന്തായാലും ലോഞ്ച് ചെയ്യും. അപ്പം iQOO Z10ൻ്റെ റീബ്രാൻഡായിട്ടുള്ള വിവോ T4ഉം അടുത്ത് തന്നെ ലോഞ്ച് വരുന്നുണ്ട്. പിന്നീട് വിവോയുടെ V15e എന്ന മോഡൽ നമ്മൾ വരുമെന്ന് കഴിഞ്ഞ അപ്കമിങ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോണിൻ്റെ കമ്മിങ് സൂണിൻ്റെ പോസ്റ്ററും ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്.
ഡിസൈൻ വൈസ് ആ ഒരു പഴയ എക്സൽ ഡിസൈൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഡിസൈൻ്റെ ഭാഗത്ത് വരാനില്ല. 50 MB പ്രൈമറി ക്യാമറ ഉണ്ടാകും. പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിൽ 4K 13 FPS വീഡിയോസും ഈ ഒരു ഫോൺ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോഡ് കവേർഡ് ആയിട്ടുള്ള അമോലെഡ് പാനലാണ് വരുന്നത്. IP69 റേറ്റിംഗ് അടക്കം കൊടുത്തിട്ടുമുണ്ട്. അപ്പം കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് വീക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡേറ്റ് ഒക്കെ തന്നെ കൺഫേം ചെയ്തിട്ട് പറയുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ S25 എഡ്ജ് കൂടെ വരുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ്. ലീക്കായിട്ടാണ് പറയുന്നത്, ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ അൺപാക്ഡ് ഇവൻറ്റ് S25 സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റും ലീക്കിൽ പറഞ്ഞ എക്സൈർ ഡിസൈനിലായിരുന്നു, അല്ല എക്സൈർ ഡേറ്റിലായിരുന്നു വന്നത്. അപ്പം ഇതും ഏപ്രിൽ 15-ാം തീയതി തന്നെയായിരിക്കും ഡേറ്റ്. ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നല്ലൊരു സാംസങ് ഫോൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു പ്രൈസ് പോയിൻ്റ് എന്തായാലും ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. വലിയ പ്രൈസ് ആയിരിക്കും, 1,90,000 1,00,000 മുകളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്പെക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് നമുക്കങ്ങനെ പറയാനും പറ്റില്ല, കാരണം പുതിയൊരു മോഡലാണല്ലോ. അപ്പോൾ വന്നിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ ഈ കാണുന്നതാണ് Pixel 10 Pro ഫോൾഡിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത്. ലീക്ക് റെൻഡേഴ്സായിട്ട് വന്നതാണ്. എടീ ഇത് തന്നെയല്ലേ 9 Pro ഫോൾഡിൻ്റെ ഡിസൈന്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, സെയിം ആണ്. പക്ഷേ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. കാരണം പിക്സലിൻ്റെ എല്ലാ ഫോൺസും ഇപ്പം ഇറങ്ങിയ 9A ഒഴിച്ച് ബാക്കി എല്ലാം 9A സീരീസിലെ എല്ലാ ഫോൺസിൻ്റെയും ഡിസൈൻ ഭയങ്കര രസമാണ്. എന്താ അറിയില്ല, ഐഫോണും സാംസങ്ങിനും ഇല്ലാത്ത ആ ഒരു എന്തോ ഒരു പ്രീമിയംനെസ് എനിക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ക്രീം കളർ ആണെങ്കിലും അതിലൊക്കെ ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ള ഇനിയിപ്പോൾ വരാൻ വേണ്ടി പോകുന്ന iPhone 17 എയറിലും ആ ഒരു ടിപ്പിക്കൽ ക്യാമറ ലേഔട്ടായിരിക്കും ഉണ്ടാവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര രസമില്ല, പക്ഷേ ഇത് നല്ല രസമുണ്ട്. ഈ ഫോൾഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമുണ്ട്. ഫോൾഡ് അങ്ങനെ ആരും വാങ്ങാറേ ഇല്ല പിക്സലിൻ്റെ, ബട്ട് അവരെന്തിനോ വേണ്ടി ഇറക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതും കൂടെ വരുന്നുണ്ട്. ഡിസൈൻ വൈസ് ഒരു മാറ്റങ്ങളും വരാനില്ല ചാൻസ് ഇല്ല. ഇതാണ് ലീക്കിൽ വന്ന ഡിസൈൻ. പിന്നെ റിയൽമിയുടെ നാസോ 80 പ്രോയും 18X എന്ന മോഡലും ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതിയാണ് ലോഞ്ച് ചെയ്തത്. അതിൽ 18 പ്രോയിൽ വരുന്നത് Dimensity 7400 എന്ന മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷനുണ്ട്. അതേ സെയിം എക്സാക്റ്റ് പ്രോസറാണ് ആ ഒരു ഫോണിൽ വരുന്നത്. പക്ഷെ എന്തായാലും അതിൻ്റെയും കാട്ടി പ്രൈസ് കുറഞ്ഞിട്ടേ ഈ ഒരു മോഡൽ വരുള്ളൂ. അപ്പോൾ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ് ആ ഒരു 20,000 രൂപയ്ക്ക് താഴെ വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ 18Xലാണെങ്കിൽ Dimensity 6400 എന്ന ചിപ്സെറ്റാണ് ആ ഒരു ഫോണിൽ വരുന്നത്. 6300 ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു 10K റേഞ്ചിൽ അങ്ങനെ ഒരു മോഡൽ കൂടെ വരുന്നുണ്ട്. ആമസോൺ ഒഫീഷ്യലായിട്ടുള്ള പേജൊക്കെ തന്നെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് അപ്ഡേറ്റിൽ പറയാനുള്ളത്. ഇതൊരു ടെക് അപ്ഡേറ്റ് ആണോ അല്ലെങ്കിൽ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ ആണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം അത്രയധികം ഫോൺസാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഓരോന്ന് അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം ഈ 2 ദിവസത്തിനുള്ളിലാട്ടോ ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ അത്രക്കും ഫോൺസ് ഈ ഒരു മാസം വരാനുണ്ട്. അത്ര ഈ ഒരു സെക്കൻഡ് വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും ഫോൺസ് വരുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫോൺസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.